അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ലോകത്തിൻ്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബീഉൽ അവ്വൽ മാസം പടിവാതിൽക്കൽ വന്ന് നിൽക്കുന്ന ഈ വേളയിൽ ലോക മുസ്ലിമീങ്ങൾ മുഴുവനും ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള മദ്ഹ് ഗീതങ്ങളെ കൊണ്ടും അതുപോലുള്ള അനുസ്മരണങ്ങളെ കൊണ്ടും ലോക മുസ്ലിമീങ്ങൾ ഈ വിശുദ്ധമായ മാസത്തെ വരവേൽക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഈ വേളയിൽ അത് ജൂതന്മാരുടെ പണിയാണ്, അവിശ്വാസികളാണ് അത് നിർമ്മിച്ചുണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞ് മുസ്ലിമീങ്ങൾക്കിടയിൽ ഛിദ്രത പരത്തുന്ന വഹാബി കൂട്ടങ്ങൾ. വഹാബികൾ എന്ന് പറയുമ്പോൾ തന്നെ അവരിങ്ങനെ പറയുന്നു എന്നല്ലാതെ അടിസ്ഥാനമായി ഒരു കിതാബോ അഥവാ ഖുർആനോ ഹദീസോ ഇമാമീങ്ങളുടെ ഉദ്ധരണികളോ അവരൊന്നും പറയില്ല. ഒരു മിനിറ്റിലുള്ള സ്റ്റാറ്റസ് വീഡിയോ എന്ന പേരിലും അല്ലാത്ത വീഡിയോകളിലും അള്ളാഹുവിൻ്റെ ഹബീബ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് സന്തോഷിക്കുന്ന മുഅ്മിനീങ്ങളെ മുബ്തദിഉകളാക്കുവാൻ വേണ്ടി അവരിങ്ങനെ ഓരോന്നും പറയുകയാണ്. ഈ അടുത്ത കാലത്ത് വെച്ച് ഈ വഹാബികൾക്ക് സുന്നികൾ പറയുന്ന തെളിവുകൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിയില്ല. എന്താണ് നബിദിനാഘോഷം എന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഇമാമീങ്ങൾ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് കാണുന്ന മുജാഹിദുകളുടെ ഓരോ ക്ലിപ്പുകൾ നോക്കി നടക്കേണ്ട കാര്യം ലോക മുസ്ലിമീങ്ങൾക്കില്ല. എന്താണ് നബിദിനാഘോഷം, എങ്ങനെയാണ് നബിദിനാഘോഷം നടത്തേണ്ടത്, വ്യക്തമായ രൂപത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഇമാമീങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ചതനുസരിച്ചാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ അഥവാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അഥവാ സുന്നി സംഘടനകൾ, ആധികാരികമായ സുന്നി സംഘടനകൾ അംഗീകരിക്കുന്ന നബിദിനാഘോഷം ഇമാമീങ്ങൾ പറഞ്ഞിട്ടുള്ള നബിദിനാഘോഷമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് സുന്നി സംഘടനകളൊന്നും പോകാറില്ല. അതുകൊണ്ട് ആ ഇമാമീങ്ങൾ പറഞ്ഞ തെളിവുകൾക്ക് മുമ്പിൽ ഈ വഹാബികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ അവർ ഓരോ ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ആരോപണമാണ് ഷിയാക്കളാണ്. ഷിയാക്കളാണ് അഥവാ ഷിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ക്രൂരത കാണിച്ചിട്ടുള്ള ഫാത്തിമികളാണ്, ഉബൈദിയാക്കളാണ് ഈ നബിദിനാഘോഷം ആദ്യമായി തുടങ്ങിയത് എന്ന പച്ച നുണ, ഒരു കലർപ്പുമില്ലാത്ത പച്ച നുണ ലോക മുസ്ലിമീങ്ങളെ മുബ്തദിഉകളാക്കുവാൻ വേണ്ടി ഈ വഹാബികൾ പറയുന്നു. തെളിവെവിടെ? തെളിവൊന്നും ചോദിക്കരുത്, ഞങ്ങളിങ്ങനെ പറയുന്നു. അത് നിങ്ങളുടെ കുഞ്ഞാടുകളോട് പോയിട്ട് പറഞ്ഞാൽ മതി. ലോക മുസ്ലിമീങ്ങളായ ഇമാമീങ്ങളെ അംഗീകരിക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രവർത്തകരോട് നിങ്ങളുടെ ഈ കബളിപ്പിക്കൽ, ഈ ആരോപണങ്ങൾ വില പോകില്ല. ഏതായിരുന്നാലും ആ ആരോപണത്തിൽ തന്നെ ഒരു രസകരം, കാരണം നുണ പറയുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ലല്ലോ. ഞാൻ പറയുന്നു പച്ച നുണയാണത്. അത് ഫൈസൽ മൗലവി പറഞ്ഞാലും ശരി, സിറാജുൽ ഇസ്ലാം പറഞ്ഞാലും ശരി, ഉസൈമീൻ പറഞ്ഞാലും ശരി. ഷെയ്ഖ് ഉസൈമീൻ എന്ന് പറഞ്ഞിട്ടുള്ള സഊദിയിലുള്ള ഒരാളാണ് ആദ്യം ഇത് തുടക്കം കുറിച്ചിട്ട്. ആര് പറഞ്ഞാലും, ഷെയ്ഖ് ഉസൈമീൻ ആകട്ടെ, അതുപോലെ തന്നെ ഫൈസൽ മൗലവി ആകട്ടെ, ജിന്നൂരികളാകട്ടെ, ചേകന്നൂരികളാകട്ടെ, മടവൂരികളാകട്ടെ, നിരീശ്വരവാദികളാകട്ടെ, ആരായാലും ആ പറയുന്നതൊക്കെ പച്ച നുണയാ. ആ നുണയാണെന്നുള്ളത് ഇവരുടെ വാദങ്ങളിലൂടെ തന്നെ ലോക മുസ്ലിമീങ്ങൾക്ക് ബോധ്യമാകുന്നതാ. ഞാൻ ആദ്യമായി കൊണ്ടുവരും നമ്മുടെ ഫൈസൽ മൗലവി. ഫൈസൽ മൗലവി വെല്ലുവിളിച്ചിട്ടൊന്നും കാര്യത്തിൽ വരില്ല. എൻ്റെ ഈ വീഡിയോ കാണുന്ന ഫൈസൽ മൗലവി ആണെങ്കിലും സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി ആണെങ്കിലും ആരാണെങ്കിലും അവരെ ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ പറഞ്ഞത് പച്ച നുണയാ, പച്ച നുണ. നിങ്ങളെ വാദപ്രകാരം ഇത് നബിദിനാഘോഷം ജൂതായിസമാണ്, ജൂതന്മാരാണ് ആദ്യമുണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ എത്ര ഇമാമിങ്ങളെയാണ് നിങ്ങൾ ജൂതന്മാരുടെ
ആ പ്രവർത്തനം അംഗീകരിച്ചു എന്ന പേരിൽ ജൂതായിസത്തിന് ചൂട്ടുപിടിച്ചു എന്ന് പറഞ്ഞ് ലോകത്തുള്ള ഇമാമിയങ്ങളെ നിങ്ങൾ ജൂതന്മാരുടെ കൂട്ടുകാരാക്കേണ്ടി വരും. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞല്ലോ, പച്ച നുണയാണ്. ആ നുണക്ക് വ്യക്തമായ ഒരു തെളിവ് നിങ്ങളെ മുമ്പിലേക്ക് ഞാൻ ഇട്ടു തരികയാണ്. നമ്മുടെ ഫൈസൽ മൗലവി, ആ ഫൈസൽ മൗലവി വന്നിട്ട് പറയാണ്, എന്താണ് ഈ നബിദിനാഘോഷം ആദ്യമായി തുടങ്ങിയത് ഫാത്തിമിയാക്കളാണ്, ജൂതന്മാരാണ്. എപ്പോ? ഹിജ്റ 300-കളിൽ. ഹിജ്റ 300-കളിൽ ഈ നബിദിനാഘോഷം തുടങ്ങിയത് ജൂതന്മാരാണെന്ന് നമ്മുടെ ഫൈസൽ മൗലവിയുടെ വാദം നമുക്കൊന്ന് കേട്ടു നോക്കാം. ജന്മദിനാഘോഷങ്ങളും എന്ന സംസ്കാരത്തിന് തുടക്കമിട്ടവർ ഷിയാക്കളായിരുന്നു. പ്രവാചകന്റെ പേരിൽ ജന്മദിനം ആഘോഷിക്കുക എന്ന ഇസ്ലാമിന് പരിചയമില്ലാത്ത ഒരു തെറ്റായ പുത്തൻ വാദം ഹിജ്റ 300-കളിൽ ആദ്യമായി പരിചയപ്പെടുത്തിയത് ഷിയാക്കളായിരുന്നു. അന്ന് പ്രവാചകന്റെ ജന്മദിനം മാത്രമല്ല, അലിയുടെ, ഫാത്തിമയുടെ, ഹസനിന്റെ, ഹുസൈനിന്റെ റളിയല്ലാഹു അൻഹും, അതോടൊപ്പം അന്നത്തെ ഷിയ ഭരണാധികാരി എന്താ പറഞ്ഞത്? ഹിജ്റ 300-കളിൽ ഈ നബിദിനാഘോഷം ആദ്യമായി ഈ ലോകത്ത് കൊണ്ടുവന്നിട്ടുള്ളത് ജൂതന്മാരാണ്, ഫാത്തിമികളാണ്. എങ്ങനെയുണ്ട്? ഹിജ്റ 300 എന്ന് പറഞ്ഞാൽ ഇനി ഇതേ മൗലവി തന്നെ ഒരു കടുകുമണിയെങ്കിലും ഈ വാദത്തിൽ സത്യമുണ്ടെങ്കിൽ 100 കൊല്ലത്തെ മൂപ്പര് വിഴുങ്ങാൻ പോവാണെങ്കിൽ ഹിജ്റ 300-കളിൽ അയാൾ സമർത്ഥിക്കുകയാണ്, ആദ്യമായി ഇത് ഉണ്ടാക്കിയത് എന്താ ജൂതന്മാരാണ്. എനിക്ക് വഹാബികളെന്ന് എൻ്റെ നാവിൽ വരുന്നത്, അത് ജൂതന്മാർ വഹാബികൾ ആരാണ് പിന്നെ നമുക്ക് സമർത്ഥിക്കാം. ഇയാൾ വാദപ്രകാരം ജൂതന്മാരാണ് ഹിജ്റ 300-കളിൽ ഈ നബിദിനാഘോഷം ഉണ്ടാക്കിയത്. എന്നാൽ ഇതേ മൗലവി ഒരു മാറ്റമില്ല. അല്ലാതെ ആദ്യത്തത് ജിന്നും ഇനി രണ്ടാമത് പറയാൻ പോകുന്നത് മനുഷ്യനാണെന്നൊരു തെറ്റിദ്ധാരണ വേണ്ട, 2 മനുഷ്യൻ തന്നെ. ഇതേ മൗലവി 100 കൊല്ലം കഴിഞ്ഞിട്ട് ഹിജ്റ 400-കളിൽ എന്ന് പറയുന്നു. അപ്പൊ 100 കൊല്ലം എവിടെ പോയി? അപ്പൊ 100 കൊല്ലം കേട്ടുനോക്കി. ഇതേ മൗലവി പറയാണ് ഹിജ്റ 400-കളിലാണ് ഷിയാക്കൾ ഈ വിഷയം ഉണ്ടാക്കിയത്. പരിഹാരം ഒറ്റ ചോദ്യം: ആരാണ് തുടങ്ങി വെച്ചത്? എന്നാണ് തുടങ്ങി വെച്ചത്? എല്ലാവരും പറയും ഷിയാക്കൾ തുടങ്ങി വെച്ചു 4-ാം നൂറ്റാണ്ടിൽ. തർക്കം അവസാനിച്ചു. കഅബയെ പൊളിക്കാൻ ശ്രമിച്ചവരാണ് ഷിയാക്കൾ. ഷിയാക്കൾ തുടങ്ങി വെച്ചു 4-ാം നൂറ്റാണ്ട്. മുമ്പത്തെ വീഡിയോ 3-ാം നൂറ്റാണ്ട്. അതെന്തേ? ഏതെങ്കിലും ഒന്നല്ലേ ശരിയാകുള്ളൂ? ഒരു കുട്ടി ജനിച്ചു ഹിജ്റ 300-ൽ, അല്ല അതേ കുട്ടി തന്നെ ജനിച്ചിരിക്കണം ഹിജ്റ 400-ൽ. അതെങ്ങനെ ഫൈസൽ മൗലവി എത്ര കണക്ക് കൂട്ടിയിട്ടും ഗുണിച്ചിട്ടും ഹരിച്ചിട്ടും ശരിയാകുന്നില്ലല്ലോ മൗലവി. ഇതിന് ഒരൊറ്റ മറുപടിയേ ഉള്ളൂ, നിങ്ങൾ പറഞ്ഞ പച്ചപ്പൊള്ള, ഒരു കടുക് പോലും ചേർക്കാത്ത പച്ച നുണയാണ് നിങ്ങൾ ഈ വിഷയം പറയുന്നത്. ഒരു കിതാബും ഇല്ല, ഒരു ഖുർആനും ഇല്ല. ലോക മുസ്ലിമീങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് മുബത്തദിഉകളാക്കണം. ഇതുണ്ടാക്കിയത് ഷിയാക്കളാണ്, ഷിയാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ഫാത്തിമികളാണ്. ആ ഷിയാക്കളുടെ പാത പിന്തുടരുന്നവരാണ് ലോക മുസ്ലിമീങ്ങൾ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നിങ്ങളെ വാദം തന്നെ വൈരുദ്ധ്യമായി പോയില്ലേ? നിങ്ങൾ ആദ്യം പറയുന്നു ഹിജ്റ 300-ലാണ് തുടക്കം കുറിച്ചത്. അതാരാണ്? ഷിയാക്കൾ തന്നെ. നിങ്ങൾ തന്നെ പറയുന്നു അല്ല, ആദ്യം തുടക്കം കുറിച്ചത് ഹിജ്റ 400-ൽ. അപ്പൊ 300-ൽ തുടക്കം കുറിച്ചത് സെക്കൻഡാ. അപ്പൊ ഹിജ്റ 300-ൽ ആദ്യം, ഹിജ്റ 400-ലും ആദ്യം. ഹിജ്റ 300-ൽ ആദ്യം തുടക്കം കുറിച്ചത് ഷിയാക്കള്, ഫാത്തിമികള്. ഹിജ്റ 400-ൽ തുടക്കം കുറിച്ചത് ഷിയാക്കള്, ഫാത്തിമികള്. നിങ്ങളെ ചികിത്സിക്കേണ്ട സ്ഥലം വേറെ എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. എന്നാൽ ഇതേ മൗലവി തന്നെ, വേറെ ആരുമല്ല, ഇതേ മൗലവി തന്നെ പിന്നെ ഇടക്ക് മൂപ്പരൊരു പോയിന്റ് പറയുന്നുണ്ട്. എന്താണ്? ആരാണ് ഷിയാക്കളെന്നറിയോ? അതൊന്ന് കേട്ടു നോക്കാം. ആരാ ഷിയാക്കൾ? പറയട്ടെ. കഅബാലയത്തെ കൊള്ളയടിച്ചവരാണ് ഷിയാക്കൾ. ഹജറുൽ അസ്വദ് മോഷ്ടിച്ചവരാണ് ഷിയാക്കൾ. അതുപോലെ തന്നെ മുസ്ലിമീങ്ങളെ കൊന്നവരാണ് ഷിയാക്കൾ. ഈ 3 പ്രവർത്തനങ്ങൾ, വേറെ ഒന്നിലേക്കും പോകുന്നില്ല, ഈ 3 പ്രവർത്തനങ്ങൾ ചെയ്ത വേറെ ഒരു മനുഷ്യൻ കൂടി ഉണ്ടായിരുന്നു. അതും കൂടി ഞാൻ തെളിവ്, നിങ്ങളുടെ കിതാബ് നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ തരാം. സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമിങ്ങൾ എഴുതിയ കിതാബൊന്നും നിങ്ങൾക്ക് വായിക്കാനും അറിയില്ല, നിങ്ങൾക്ക് കയ്യിൽ തരാൻ കഴിയൂല ഞങ്ങൾക്ക്. നിങ്ങളെ നേതാക്കന്മാർ ഇബ്നു ബാസ് എഴുതിയ കിതാബ് നിങ്ങൾക്ക് ഞാൻ തരാം. കഅബാലയത്തെ കൊള്ളയടിച്ച വേറെ ഒരാളുടെ പേരുണ്ട്. പേരെന്താ? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. എന്ത് നിങ്ങൾ പറയാത്തത്? കഅബാലയത്തിന്റെ ഉള്ളിലുള്ള സ്വർണവും രത്നങ്ങളും മോഷ്ടിച്ചയാളല്ലേ നിങ്ങളുടെ നേതാവ്? അപ്പൊ ഷിയാക്കളുടെ കഥ പറയുമ്പോൾ അതിനോട് നേരെ
ഒരു യോജിച്ച ഒരു കഥ പറയണമെങ്കിൽ നിങ്ങളെ നേതാവിന്റെ കഥ പറയണം കേട്ടോ. കഅബാലയത്തെ കൊള്ളയടിച്ചവരാ. പിന്നെ അതുപോലെ തന്നെ ആരെയും കൊന്നിട്ടില്ലേ? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ബാങ്കിന് മുമ്പ് ഒരു സ്വലാത്ത് ചൊല്ലി എന്ന ഒരൊറ്റ കാരണത്താൽ കഅബാലയത്തിൽ ഹറമിൽ വെച്ചുകൊണ്ട് മുഅദ്ദിനെ കൊന്നിട്ടില്ലേ? ആയിരക്കണക്കിന് നിരപരാധികളെ കൊന്നിട്ടില്ലേ? ഏതൊക്കെ ഭീകര താണ്ഡവമാണ്, ഭീകര പ്രവർത്തനങ്ങളാണ് അവിടെ നടത്തിയിട്ടുള്ളത്. അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു ആലിമ്, ഒരു നേതാവ് അങ്ങനത്തെ ഒരു പ്രവർത്തനം ചെയ്തതായി ഇന്ന് വരെയുള്ള ചരിത്രങ്ങളിൽ ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? ഷിയാക്കളെ കഥ പറയുമ്പോൾ നിങ്ങളെ കഥ മൂടി വെക്കുക. ഞങ്ങൾ പറഞ്ഞതല്ല. ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് കൊള്ളയടിച്ച കാര്യവും അയാൾ സ്വർണം കട്ടുകൊണ്ട് വീട്ടിലേക്ക് പോയ കാര്യവും പട്ടാളക്കാർക്ക് വീതിച്ചു കൊടുത്ത കാര്യവും നിങ്ങളെ മലയാള പുസ്തകങ്ങളിൽ വരെയുണ്ട്. അതുകൊണ്ട് ഷിയാക്കളുടെ തനി സ്വഭാവം ഇന്നും നിലനിർത്തി പോരുന്നത് നിങ്ങളാണ്. ഞങ്ങൾ ഷിയാക്കൾ തമ്മിൽ എന്ത് ബന്ധാണ്? കടലും കടലാടിക്കും എന്തു ബന്ധാ? രാവും പകല് എന്തു ബന്ധാ? രാവ് എവിടെ പകലെവിടെ? രാവ് വരുമ്പോൾ പകലുണ്ടാവില്ല, പകൽ വരുമ്പോൾ രാവ് ഉണ്ടാവില്ല എന്നതുപോലെ സുന്നികൾ വരുമ്പോൾ അവിടെ ഷിയാക്കൾ ഉണ്ടാവില്ല, ഷിയാക്കൾ വരുന്നിടത്ത് സുന്നിയും കാണൂല. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല രൂപത്തിൽ, ഞാൻ അതിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. ഏതായിരുന്നാലും ഷിയാക്കളുടെ സ്വഭാവം പറയുമ്പോൾ നിങ്ങളെ നേതാവിലേക്ക് ആ സ്വഭാവം ഒന്ന് ചേർത്തിയിട്ട് ഉണ്ടോ എന്ന് നിങ്ങളെ കിതാബെങ്കിലും നോക്കി പരതണമെന്ന് മാത്രമേ വിനയത്തോടെ ഫൈസൽ മൗലവിയോട് ഓർമ്മപ്പെടുത്താനുള്ളൂ. എന്നാൽ ഇപ്പം എന്തായി? ഹിജറ 300-ലാണ് ഷിയാക്കൾ തുടങ്ങിയത്, ഹിജറ 400-ലാണ് തുടങ്ങിയത്. എപ്പോൾ തുടങ്ങിയെന്ന് ഇൻഷാ അല്ലാഹ് ഇമാമിങ്ങളെ കിതാബ് വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഹിജറ 300, ഹിജറ 400, പിന്നെ ഷിയാക്കൾ ഇങ്ങനെയായിരുന്നു. ഓക്കെ, ഇനി ഈ മൗലവി പറയാണ്, ഇബ്നു തൈമിയ്യയുടെ അടുത്ത് ഒരാളൊരു ചോദ്യം ചോദിച്ചു. ഇബ്നു തൈമിയ്യയുടെ അടുത്ത് എന്താണ്? അപ്പം എന്താ, ഹിജറ 300-ൽ തുടങ്ങി, ഹിജറ 400-ൽ തുടങ്ങി ഷിയാക്കളാണ് എന്ന് ഇതേ മൗലവി പറയാണ്. ഞങ്ങളുടെ നേതാവ് ഇബ്നു തൈമിയ്യയുടെ അടുത്ത് ഇതിനെക്കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചു, നബിദിനാഘോഷത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അതിന് ഇബ്നു തൈമിയ്യ ഒരു മറുപടി കൊടുത്തു പോലെ. എന്താ മറുപടി? കുറെ നല്ല ആൾക്കാർ അത് ചെയ്തിട്ടുണ്ട്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പൊ ഷിയാക്കൾ നല്ല ആൾക്കാരായ? ഫൈസൽ മൗലവി എന്തു പറ്റി? നിങ്ങളെ വാദം, നിങ്ങളെ ക്ലിപ്പായി പെടാൻ പോകുന്നത്. നിങ്ങൾ പറഞ്ഞു ഹിജറ 300-ൽ ഷിയാക്കള്, ഹിജറ 400-ൽ ഷിയാക്കള്. ഈ ഹിജറ 300-ന്റെയും 400-ന്റെയും ശേഷമല്ലേ ഇബ്നു തൈമിയ്യ ജനിക്കുന്നതും ജീവിക്കുന്നതും വളരുന്നതും? നിങ്ങളെ പോലത്തെ ഒരു വാദം ഇബ്നു തൈമിയ്യക്കുണ്ടെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പോരെ, അത് ഷിയാക്കളുടെ പ്രവർത്തനമാണെന്ന് പറഞ്ഞാൽ പോരെ മൗലവി? പച്ച നുണയാണ് നിങ്ങൾ പറയുന്നത്. കാരണം നിങ്ങളെ നാവ് കൊണ്ട് തന്നെ നിങ്ങളെ നുണ ഞാൻ പൊളിക്കുകയാണ്. കാരണം ഹിജറ 400 കഴിഞ്ഞ് എത്രയോ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇബ്നു തൈമിയ്യ ജനിക്കുന്നത്. അയാളപ്പോൾ ജീവിതകാലത്ത് ഒരു ചോദ്യം ചോദിക്കുകയാണ്, നബിദിനാഘോഷം എന്താ നിങ്ങളുടെ അഭിപ്രായം? അയാൾ പറഞ്ഞോ ഇത് ജൂതന്മാരുണ്ടാക്കിയതാണെന്ന് പറഞ്ഞോ മൗലവി? പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ തന്നെ പറയണേ. കേട്ടോളി. കുറെ പണ്ഡിതന്മാർ ഇത് അനുകൂലിച്ചിട്ടുണ്ടല്ലോ, കുറെ പണ്ഡിതന്മാർ ഇത് അനുകൂലിച്ചിട്ടുണ്ടല്ലോ. ശൈഖുൽ ഇസ്ലാമിന്റെ മറുപടി ഇഖ്തിദാസ് മുസ്തഖീമിൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് തന്നെ അദ്ദേഹത്തുള്ള മറുപടി, കുറെ നല്ല മനുഷ്യന്മാർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ കുറെ നല്ല മനുഷ്യന്മാർ ചെയ്യാതിരുന്നിട്ടുമുണ്ട്. കുറെ മനുഷ്യന്മാർ ചെയ്തു, അതിനേക്കാൾ നല്ല. എന്തേ ഇപ്പൊ ചോദ്യം ഇപ്പൊ എവിടെ എത്തിപ്പോ? ഇബ്നു തൈമിയ്യയുടെ അടുത്ത് ചോദിച്ചു, നബിദിന തെളിവൊന്നും ഞാൻ തുടങ്ങിയിട്ടില്ല, കിതാബൊന്നും ഞാൻ തൊട്ടിട്ടില്ല. നമ്മുടെ ഫൈസൽ മൗലവിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വൈരുദ്ധ്യങ്ങളെ ചർച്ച ചെയ്യുന്നത്. ആദ്യം പറയുന്നു ഹിജറ 300-ലാണ് തുടങ്ങിയത്. ഓക്കെ. പിന്നീട് ഹിജറ 400-ലാണ്, 100 കൊല്ലം കഴിഞ്ഞിട്ടേ ഹിജറ 400-ലാണ്. ഓക്കെ. എന്നിട്ട് അവരെ നേതാവ് 400-ന്റെ ശേഷം ജനിച്ച് ജീവിച്ചു വളർന്ന നേതാവിനോട് ചോദിച്ചു, എന്താ നബിദിനാഘോഷം, നിങ്ങൾ അഭിപ്രായം എന്താ? അയാള് ഫാത്തുമിയ എന്നൊരു വാക്കും പറയുന്നില്ല, ജൂതന്മാർ തുടങ്ങിയെന്നും പറയുന്നില്ല, അത് ചെയ്യണ്ടെന്നും പറയുന്നില്ല. മറിച്ചെന്താണ്, കുറേ നല്ല മനുഷ്യന്മാർ ചെയ്തിട്ടുമുണ്ട്, കുറേ നല്ല മനുഷ്യന്മാർ ചെയ്യാതിരുന്നിട്ടുണ്ട്. ഇതെന്ത് മറുപടി എനിക്ക് മനസ്സിലാവുന്നില്ല. ചങ്ങാതിമാർ ചെയ്യാതിരുന്നതോ അവിടെക്കട്ടെ. ഇപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ എല്ലാ റാലിക്കും എന്നെ കൊണ്ട് പോകാൻ കഴിയില്ല, അതിൻ്റെ അർത്ഥം ആ റാലി തെറ്റെന്നല്ല. നേരെ മറിച്ച് നല്ല മനുഷ്യന്മാർ ചെയ്തു എന്ന് വന്നോ? ഇബ്നു തൈമിയ്യയുടെ വാദപ്രകാരം തന്നെ. പിന്നെ നിങ്ങൾ പറഞ്ഞതിൽ കുറെ ദുർവ്യാഖ്യാനമുണ്ട്. ഇതാണ് നിങ്ങൾ പറഞ്ഞ കിതാബ് ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം. അതിൽ മൂപ്പര് പറയുന്നത് കൂലി കിട്ടുമെന്ന് വ്യക്തമാക്കി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, കൂലി കിട്ടുമെന്ന് വരെ. അപ്പോ ഫൈസൽ മൗലവി ഷെയ്ഖ് ഉസൈമീന്റെ വാദപ്രകാരം, ഫൈസൽ മൗലവിയുടെ വാദപ്രകാരം, അതുപോലെ തന്നെ ലോകത്തുള്ള വഹാബികളുടെ വാദപ്രകാരം ഫാത്തുമിയാക്കളാണ് തുടങ്ങിയത് എന്ന ഒരൊറ്റ ഒരു വരി പോലും ഈ മൂപ്പരി കിതാബിൽ എഴുതാത്തതിൻ്റെ കാരണം എന്താ? ഇയാളല്ലേ എഴുതേണ്ടത് ശരിക്കും?
ഇയാളോട് നബിദിനാഘോഷത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി എന്താ? ഫാത്തുമിയാക്കൾ തുടങ്ങിയതാണ്, ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ജൂതന്മാർ തുടങ്ങി ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? മറിച്ച് പറഞ്ഞതെന്താ? കുറെ നല്ല മനുഷ്യന്മാർ ചെയ്തിട്ടുണ്ട്. നല്ല മനുഷ്യന്മാർ ചെയ്യുന്നത് ലോക മുസ്ലിമീങ്ങൾക്ക് അംഗീകരിച്ചുകൂടെ മൗലവി? നല്ല മനുഷ്യന്മാർ ചെയ്യുന്ന അംഗീകരിച്ചൂടെ? എന്ത് വിവരക്കേടാ ചങ്ങാതി ലോക മുസ്ലിമീങ്ങളെ മുബത്തദിഉകളാക്കുവാൻ പച്ച നുണയിൽ കിടന്നു മുങ്ങി കുളിക്കുകയാ. ഇനിയോ വേറെ ഒരു മൗലവി വന്നിട്ട് പറയും, ഇപ്പൊ ഫൈസൽ മൗലവിയുടെ വാദപ്രകാരം ഹിജ്റ 300 400 നല്ല മനുഷ്യന്മാർ ഇബ്നു തൈമിയ്യ. എന്തിനാ ചങ്ങാതി ഇതാ ഒരു 10 ദിവസം കഴിഞ്ഞ് റബീഉൽ അവ്വൽ വരിക, ഒരു മൗലിദ് വീട്ടിൽ നിന്ന് ഓദിക്ക ചങ്ങാതി, ഇങ്ങനെ ലോക മുസ്ലിമീങ്ങളെ മുബത്തദിഉകളാക്കാതെ. ഇനി നമ്മളെ വേറെ ഒരു മൗലവി, നമ്മളെ മുജാഹിദ് ബാലുശ്ശേരിയുടെ ഒരു സഹോദരൻ, മൂപ്പര് പറയുന്നത് എന്താണെന്നറിയും, ഇത് അവിടുന്ന് നിൽക്കൂല എന്നാ മൂപ്പര് പറയും. മൂപ്പര് ഫറോവമാരുണ്ടാക്കിയതാന്നാ. എങ്ങനെയുണ്ട്? ഫറോവമാരുണ്ടാക്കിയതാ. ഇനിയിപ്പോ കാബീൽ ഉണ്ടാക്കിയതിന് പറയാതിരുന്നാൽ മതി, ഇനി അവസാനം ഇബ്ലീസ് ഉണ്ടാക്കിയതെന്ന് പറയാതിരുന്നാൽ മതി. നമ്മുടെ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി വിഗ്രഹാരാധകരും സൂര്യനെ ആരാധിക്കുന്നവരും ഫറോവമാരും ഉണ്ടാക്കിയതാണ് ഈ എന്താ പറയാ ജന്മദിനാഘോഷം എന്നാണ് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ വാദം. എന്ന് കേട്ടു നോക്കാം. ഈജിപ്തിലെ ഫറോവമാർ കൊണ്ടുവന്നിട്ടുള്ള വിഗ്രഹാരാധകരായ, അഗ്നിയാരാധകരായ, സൂര്യാരാധകരായ ആളുകൾ കൊണ്ടുവന്ന ഒരു ഏർപ്പാടല്ലേ ജന്മദിനം ആഘോഷം എന്നത്? അത് പ്രവാചകന്മാരുടേതാകട്ടെ, മഹാന്മാരുടേതാകട്ടെ, സാധാരണക്കാരുടേതാകട്ടെ, മുസ്ലിം ഉമ്മത്തിന് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ജന്മദിനാഘോഷം എന്നുള്ളത്. ഇസ്ലാമിന്റെ കടുത്ത ശത്രുക്കളായ ഫറോവമാരാണ് അത് തുടങ്ങി വെച്ചിട്ടുള്ളത്. വിഗ്രഹാരാധകരാണ് അതിന്റെ പ്രചാരകരായിട്ടുള്ള ആളുകൾ. പിന്നീട് അത് യഹൂദ ക്രൈസ്തവരും ഏറ്റെടുത്തിട്ടുണ്ട്. ഈജിപ്തിലെ ഫറോവമാർ, വിഗ്രഹാരാധകര്, സൂര്യനെ ആരാധിക്കുന്നവര്, കാഫിരീങ്ങള്, മുശ്രിക്കീങ്ങള്, അവരാണ് ഈ ജന്മദിനാഘോഷം തുടക്കം കുറിച്ചിട്ടുള്ളത്. പിന്നീട് ജൂതന്മാരിലേക്ക് കടന്നു വന്നതാണ്. എന്താണ് ഈ മൗലവിമാർക്ക് പറ്റി തെളിവെന്താണ്? അത് ഏത് കിതാബിലാ പറഞ്ഞു? കിതാബൊന്നുമില്ല. കാരണം അടുത്ത കൊല്ലം മാറ്റി പറയാനുള്ളതാ. ഞങ്ങൾക്ക് അടുത്ത കൊല്ലം മാറ്റി പറയണം. അടുത്ത കൊല്ലം മാറ്റി പറയണമെങ്കിൽ മുണ്ടരുത്. ഞങ്ങളിങ്ങനെ ഓരോന്നും ഞങ്ങളിങ്ങനെ ഓഫീസിൽ നിന്ന് ഇജ്തിഹാദ് ചെയ്യും. എന്നിട്ട് പറയും, ഇത് ഫാത്തിമികൾ ഉണ്ടാക്കിയതാണ്, ജൂതന്മാരുണ്ടാക്കിയതാണ്, ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയതാണ്. പാസ്സാക്കിയല്ലേ? പണ്ട് പാസ്സാക്കുക തന്നെ. ഏതുപോലെ അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് കയറ്റിയില്ല നിങ്ങൾ? ഒരു ഖുർആനിന്റെ പരിഭാഷ പോലും മാറ്റിത്തിരുത്തലുകൾക്ക് വേണ്ടി കയറ്റിയ നിങ്ങളാ. അതുകൊണ്ടല്ലേ നബിദിനാഘോഷം വഹാബീസം തുടങ്ങിയ കാലത്ത് നബിദിനാഘോഷം പോത്തിറച്ചി കഴിച്ച് ഇത് ആഘോഷിച്ചവരല്ലേ നിങ്ങൾ? അല്ലേ? ഈ റബീഉൽ അവ്വലും നബിദിനാഘോഷവും വഹാബീസത്തിന്റെ തുടക്കകാലത്ത് വല്ലാതെ ആഘോഷിച്ച് നടത്തിയവരാ. ഇപ്പൊ അത് ഫാത്തുമിയാക്കളായി, ജൂതന്മാരായി, ഫറോവയായി. ഇനിയിപ്പോ ആരപ്പ ആകാനുള്ളത്? എന്നാ കേട്ടോ, നിങ്ങളിങ്ങനെ മൂത്തൂബി വൈലിക്കും, നിങ്ങൾ ഇത്രത്തോളം ഫാത്തിമികളാണ്, ഷിയാക്കളാണ്, ഫറോവമാരാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് എന്ന് പറയാനുള്ളതിന്റെ കാരണം എന്താണെന്നറിയോ? നബിദിനാഘോഷം ഓരോ കൊല്ലവും കഴിയുന്തോറും വിപുലമായി നടക്കുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ്. നിങ്ങൾ എത്രയൊക്കെ ഉറഞ്ഞു തുള്ളിയിട്ട് പോലും ലോക മുസ്ലിമീങ്ങൾ നിങ്ങളുടെ വാക്കുകൾക്ക് ഒരു കടുകുവടി പോലും വില വെക്കാതെ അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് ലോക മുസ്ലിമീങ്ങൾ വല്ലാതെ ആചരിക്കുന്നുണ്ട്, മൗലിദ് പാരായണം ചെയ്യുന്നുണ്ട്, മദ്ഹ് ഗീതങ്ങൾ പാടുന്നുണ്ട്. ഇബ്ലീസിന്റെ അനുയായികളായ നിങ്ങൾക്ക് സഹിക്കുന്നില്ല. എങ്ങനെയെങ്കിലും ഇതൊന്ന് ഫാത്തുമിയാക്കളോട് ഇനി ഞങ്ങൾ പറയട്ടെ ചങ്ങാതി, ഞങ്ങളെ വാദം കേട്ടോ. ആരാണ് ഈ നബിദിനാഘോഷം തുടക്കം കുറിച്ചത്? ഫാത്തുമിയാക്കളൊക്കെ എവിടുന്ന വന്ന്? ജൂതന്മാർ എവിടുന്ന് വന്നു? ഏതെങ്കിലൊക്കെ ജൂതന്മാര് ഞങ്ങളെ വല്ല ഇബാദത്തും അവർക്ക് ഞങ്ങളെ സ്വാധീനിക്കുവാൻ വേണ്ടി അവർ വല്ലതും നടത്തിയെന്ന് വെച്ചിട്ട് അവരാദ്യം തുടക്കം കുറിച്ചവരാകുമോ? നിങ്ങളും ആദ്യം തുടക്കം കുറിച്ചിട്ടില്ല അങ്ങനെ. എന്നാൽ കേട്ടോ, അള്ളാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നബിദിനാഘോഷം അതിന്റെ അടിസ്ഥാനം മൗലിദ് കഴിക്കുക എന്ന് പറഞ്ഞാൽ വിപുലമായി നടത്തല. എത്രയോ പ്രസംഗങ്ങളിൽ, എത്രയോ ക്ലാസുകളിൽ 1-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുത്ത കാര്യമാ. വിപുലമായ രൂപത്തിൽ നടത്തൽ വേറെ, അതിന് അടിസ്ഥാനം വേറെ. അത് പഠിച്ചു വെക്കും മൗലവി. വിപുലമാക്കി നടത്തൽ അത് വേറെയാ. ഏതുപോലെ? ഉദാഹരണം പറഞ്ഞുതരാം.
അതിനോട് തുലനപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതുപോലെ തറാവീഹ് നിസ്കാരം. തറാവീഹ് നിസ്കാരത്തെക്കുറിച്ച് ഒരാൾ ചോദിച്ചാൽ നമ്മൾ എന്താ ഉത്തരം പറയാ? ഞാൻ അത് മാത്രം പറയുന്നു. തറാവീഹ് നിസ്കാരത്തെക്കുറിച്ച് നമ്മളോട് ചോദിച്ചാൽ തറാവീഹ് നിസ്കാരം സുന്നത്താണ്. അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേതൃത്വം കൊടുക്കുന്നതാണ് തറാവീഹ് നിസ്കാരം കേട്ടോ. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്, തറാവീഹിലെ വലിയ ജമാഅത്തോ? തറാവീഹിന്റെ വലിയ ജമാഅത്ത് അഥവാ ഒരു ജമാഅത്തിന് ഒരു ഇമാമിന്റെ കീഴിൽ കുറെ മഅ്മൂമീങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് നടത്തുന്ന വലിയ ജമാഅത്തോ? അത് ബിദ്അത്താണ്. അത് പിൽക്കാലത്തുണ്ടായതാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നതുപോലെ എന്നത് ഒരു ഉദാഹരണ സഹിതമാണ് ഞാൻ പറഞ്ഞു തരും. എന്നതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തും സ്വഹാബാക്കളുടെ കാലത്തും സന്തോഷിക്കണം, മുത്തുനബിയുടെ ജന്മദിനം കൊണ്ട് സന്തോഷിക്കണം എന്ന് വ്യക്തമായ തെളിവുണ്ട്. ഏതുപോലെ തറാവീഹ് നിസ്കാരം മുത്തുനബി നിസ്കരിച്ചു എന്നതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ജന്മദിനം കൊണ്ട് സന്തോഷിക്കണം എന്ന് മുത്തുനബി തന്നെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് വിപുലമായി നടത്തിയത് പിൽക്കാലത്താണ്. ഏതുപോലെ തറാവീഹിന്റെ വലിയ ജമാഅത്ത് പോലെ. ഇതേതാ കിതാബ്? ഇമാം സുയൂത്തിയുടെ മിസ്ബാഹുസ് സുജാജ എന്ന കിതാബാ. ഇബ്നു മാജയുടെ ശറഹായ മിസ്ബാഹുസ് സുജാജ എന്ന കിതാബിന്റെ 1-ാമത്തെ വോള്യം 84-ാമത്തെ പേജിൽ ഈ വലിയ ജമാഅത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് വസ്സവാബു അന്നഹു മിനൽ ബിദ്അഇൽ ഹസനത്തിൽ മൻദൂബത്തി ഇദാ ഖല അനിൽ മുൻകറാത്തി ശറഅ. മതപരമായി അല്ലാഹു വിരോധിച്ച കാര്യങ്ങളൊന്നും നബിദിനാഘോഷത്തിൽ വരുന്നില്ല എങ്കിൽ അത് സുന്നത്തായ ഹസനായ ബിദ്അത്തിൽ പെട്ടതാണ്. ഏതുപോലെ തറാവീഹിന്റെ വലിയ ജമാഅത്ത് പോലെ. വലിയ ഫീഹാ തഅലീഫുൻ, ആ വിഷയത്തിൽ എനിക്ക് സെപ്പറേറ്റ് ഒരു രചന തന്നെ ഉണ്ടെന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു മിസ്ബാഹുസ് സുജാജയിൽ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഞങ്ങളെ വാദം ഞങ്ങളാ പറയേണ്ടത്. ഞങ്ങളെ വാദം എന്താ? ഞങ്ങളെ വാദം ഇത് ഫാത്തിമിയാക്കൾ തുടങ്ങിയതല്ല, മറിച്ച് ഞങ്ങളെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. തൊടാൻ പറ്റുമോ നിങ്ങൾക്ക്? ഫാത്തിമിയാക്കൾ അവിടെ കെട്ടേന്ന് ഞങ്ങളെ വാദം പിടിക്ക് ചങ്ങാതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നബിദിനാഘോഷം അഥവാ എന്റെ ജന്മദിനത്തിൽ സന്തോഷിക്കണം എന്നത് വിപുലപ്പെടുത്തിയത് എപ്പോഴാ പിന്നീട് ചർച്ച ചെയ്യാം. എന്റെ ജന്മദിനത്തിൽ സന്തോഷിക്കണം എന്നത് മുത്തുനബി തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചത്. ഇത് ഞാൻ പറഞ്ഞതല്ല. അൽ ഹാവിയിൽ ഫത്താവൽ ഇമാം സുയൂത്തി. ഇടക്ക് പിന്നെ മൗലവി ഇബ്നു തൈമിയ്യയുടെ വാദം പറഞ്ഞിട്ട് പറഞ്ഞില്ല. ഇബ്നു തൈമിയ്യ പറഞ്ഞു പോലും എന്ത്? അത് നബി തങ്ങൾ ചെയ്തിട്ടില്ല, ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ഖുർആനിലുണ്ട്. അത് എത്രയോ തെളിവുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്ക് ഖുർആനിലില്ല, ഹദീസിലില്ല എന്ന് പറഞ്ഞല്ലോ കേട്ടോ. അമ്മാ ഖൗലുഹു, അത് ഫാക്കിഹാനി ഇമാമിന്റെ വാക്കെടുത്തിട്ട് റദ്ദ് ചെയ്തതാ. ഫാക്കിഹാനി ഇമാമും പറഞ്ഞതെന്താ? ഖുർആനിലില്ല, ഹദീസിലില്ലെന്നാ. അതേ വാദമാണ് വഹാബികളെ ഫാത്തിമിയാക്കളാണ് തുടങ്ങി വെച്ചത് എന്ന് വരുത്തി തീർക്കാനായി ഖുർആനിലും ഹദീസിലുമില്ല എന്ന് പറയുന്ന നിങ്ങളോട് ഇമാം സുയൂത്തി തങ്ങളെ മറുപടിയെങ്കിൽ അംഗീകരിച്ചിട്ട് ഒരു മൂലയിൽ പോയിട്ട് കുത്തിയിരുന്നു കൂടെ. അമ്മാ ഖൗലുഹു ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലൻ ഫീ കിതാബിൻ വലാ സുന്ന. ഖുർആനിലോ ഹദീസിലോ ഈ നബിദിനാഘോഷത്തിന് ഒരു തെളിവും എനിക്കറിയില്ല. ഇതന്നല്ലേ മൗലവിമാരും പറയുന്നത്. ആ വാദത്തിന് എന്താ മറുപടി? ഫയുഖാലു അലൈഹി, അവരോട് നമുക്ക് പറയാനുള്ളത് നഫിയുൽ ഇൽമി ലാ യൽസമു മിൻഹു നഫിയുൽ ഉജൂദി. നിങ്ങൾക്ക് വിവരമില്ല എന്ന് കരുതിയിട്ട് ഇല്ല എന്ന് വരുവോ? ഖുർആനിലില്ല, ഹദീസിലില്ല. ഫൈസൽ മൗലവി പറയുന്നു ഖുർആനിലില്ല, ഹദീസിലില്ല. സിറാജുൽ ഇസ്ലാം പറയുന്നു ഖുർആനിലില്ല, ഹദീസിലില്ല. ശൈഖുൽ ഉസൈമീൻ പറയുന്നു ഖുർആനിലില്ല, ഹദീസിലില്ല. ഇബ്നു ബാസ് പറയുന്നു ഖുർആനിലില്ല, ഹദീസിലില്ല. അത് നിങ്ങൾക്ക് വിവരമില്ല, അത്രേ വരുള്ളൂ. ഖുർആനിലില്ല, ഹദീസിലില്ല, ഖുർആനിലില്ല, ഹദീസിലില്ല. നിങ്ങൾക്ക് വിവരമില്ല. നിങ്ങൾക്ക് വിവരമില്ലാത്തത് കൊണ്ട് ഇല്ല എന്ന് വരൂലല്ലോ. എന്നിട്ട് ഹദീസിൽ നിന്ന് തെളിവുദ്ധരിക്കുന്നു. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഹദീസിൽ നിന്ന് തെളിവുദ്ധരിക്കുന്നു. വഖദ് ഇസ്തഖ്റജ ലഹു ഇമാമുൽ ഹുഫാദ് അബുൽ ഫള് അഹ്മദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു. അസ്ഖലാനി ഇമാമിനെ അംഗീകരിക്കുന്നവരല്ലേ നിങ്ങൾ? അസ്ഖലാനി ഇമാം പറയുന്നത് ഇതാദ്യം തുടക്കം കുറിച്ചത് ഫാത്തിമികൾ എന്നല്ല, ഷിയാക്കൾ എന്നല്ല.
ഈ നബിദിനാഘോഷത്തിന് ഞാൻ അടിസ്ഥാനം കണ്ടെത്തിയിരിക്കുന്നു. അസ്സുലം മിനസ്സുന്ന, സ്വഹീഹായ ഹദീസിൽ നിന്ന് ഞാനൊരു അടിസ്ഥാനം തന്നെ ഇതിന് കണ്ടെത്തിയിരിക്കുന്നു. ഇബ്നു ഹജറിൽ അസ്കലാനിയുടെ വാദപ്രകാരം ഈ നബിദിനാഘോഷത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? മൗലവി ഫൈസൽ മൗലവി. മരിച്ചു പോകണ്ടേ നിങ്ങൾക്ക്? ഇബ്നു ഹജറിൽ അസ്കലാനിയുടെ ഈ ഉദ്ധരണിയുടെ അടിസ്ഥാനത്തിൽ നബിദിനാഘോഷത്തിന് തുടക്കം കുറിച്ചത് ഞങ്ങളുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. മാത്രം ഒരവസ്ഥ ഞാൻ രണ്ടാമത്തെ ഒരു തെളിവും ഞാൻ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഇമാമുന സുയൂത്തി. ഞാനിപ്പോ അത്രേ പറയുന്നുള്ളൂ. ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി വഹാബീസം എന്ന ക്യാൻസർ ഹൃദയത്തിലേക്ക് പടരാത്ത ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾ എന്താ പറഞ്ഞ ഫാത്തിമികളാണ്, ഷിയാക്കളാണ്. എന്തേ ഫാത്തിമികൾ ആരാണെന്നും ഷിയാക്കൾ ആരാണെന്നും ലോകത്ത് വോള്യങ്ങളോളം കിതാബ് എഴുതി പരിചയപ്പെടുത്തി ഇമാം സുയൂത്തിക്കും ഇബ്നു ഹജറിൽ അസ്കലാനി തങ്ങൾക്ക് മനസ്സിലാക്കാത്തതാണോ വഹാബീസത്തിന്റെയും KNM-ന്റെയും വിസ്ഡം ഗ്രൂപ്പിന്റെയും ഓഫീസുകളിലൂടെ ഇൽഹാമും വഹിയും ഇറങ്ങിക്കൊണ്ട് ഫൈസൽ മൗലവി നിങ്ങൾ സംസാരിക്കുന്നത്? ഇമാം അസ്കലാനിക്ക് തിരിഞ്ഞിട്ടില്ലേ ഫാത്തിമികൾ ആരാണെന്ന്? ഇമാം സുയൂത്തിക്ക് തിരിഞ്ഞിട്ടില്ലേ ഫാത്തിമികൾ ആരാണെന്ന്? ഈ നബിദിനാഘോഷം ഫാത്തിമികൾ തുടങ്ങി വെച്ചതാണെങ്കിൽ ഇമാം ഇബ്നു ഹജറിൽ അസ്കലാനി റളിയല്ലാഹു അൻഹു ഇമാം സുയൂത്തിയും അതങ്ങ് തള്ളിക്കളയേണ്ട വിഷയമല്ലേ? മറിച്ച് അവരെന്താ ഹദീസിൽ നിന്ന് തെളിവുദ്ധരിക്കുന്നു. ഇമാം സുയൂത്തിയും ഇമാം അസ്കലാനി മാത്രമാണോ? ബഹുമാനപ്പെട്ട ഇബ്നു റജബ് ഹംബലി തങ്ങളും ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജ് തങ്ങളും തന്റെ അൽ മദ്ഖലിലൂടെ സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടല്ലേ നബിദിനാഘോഷത്തിന് തെളിവുദ്ധരിക്കുന്നത്? ചുരുക്കി പറഞ്ഞാൽ ഫാത്തിമികളാണ് തുടങ്ങി വെച്ചത് എന്ന് നിങ്ങൾ പറയുമ്പോൾ ഈ ഇമാമീങ്ങൾ മുഴുവനും തെളിവുദ്ധരിക്കുന്നു സ്വഹീഹായ ഹദീസുകൾ. ഇബ്നുൽ ഹാജ് തങ്ങൾ സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ് എടുക്കുന്നു, ഇമാം അസ്കലാനി തങ്ങൾ സ്വഹീഹിലെ ഹദീസ് കൊണ്ടുവരുന്നു, ഇമാം സുയൂത്തി തങ്ങൾ സ്വഹീഹായ ഹദീസ് കൊണ്ടുവരുന്നു. അപ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് പറയുന്നത് ഇതിന്റെ ചെറിയ രൂപം തുടങ്ങി വെച്ചത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. വിപുലമായത് തുടങ്ങിയതോ അത് ഇൻഷാ അല്ലാഹ് മലിക്കുൽ മുളഫർ രാജാവാണ്. അതിലേക്ക് നമുക്ക് വരാം. ഇനി ഒരു വിഷയം കൂടി ഈ വഹാബികളുടെ ചതിയിൽ പെടാതിരിക്കാനായി ഞാൻ എൻ്റെ മുസ്ലിമീങ്ങളോടൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്ത് ചതിയന്മാരാണ് ഈ വഹാബികൾ, എന്ത് നുണയന്മാരാണ് ഈ വഹാബികൾ. ഹിജ്റ 300-ലാണ് 400-ലാണ് ഇബ്നു തൈമിയ നല്ലതാണെന്ന് പറഞ്ഞു. എന്നിട്ട് സിറാജുൽ ഇസ്ലാം വന്നിട്ട് പറയുന്നു ഫറോവമാരാണ്, മുശ്രിക്കീങ്ങളാണ്. ഇവരൊക്കെ മുശ്രിക്കീങ്ങളാ? ഇതേതാ കിതാബ്? റിഹ്ലത്ത് ഇബ്നു ജുബൈർ. ഈ കിതാബ് ഏകദേശം ഒരു 950 കൊല്ലം മുമ്പ് രചിക്കപ്പെട്ട കിതാബല്ലേ? ഹിജ്റ 571-ലല്ലേ ബഹുമാനപ്പെട്ട ഒരു വഫാത്തായത് ഇബ്നു ജുബൈർ തങ്ങൾ. ആ ഇബ്നു ജുബൈർ തങ്ങൾ അന്ന് മക്കയിൽ പോയി. മക്കയിൽ എത്ര 1.5 കൊല്ലത്തോളം ബഹുമാനപ്പെട്ട ഇബ്നു ജുബൈർ തങ്ങൾ മക്കയിൽ താമസിക്കുകയാണ്. ആ മക്കയിൽ താമസിക്കുന്ന സമയത്ത് ഇബ്നു ജുബൈർ തങ്ങൾ റിഹ്ലത്ത് ഇബ്നു ജുബൈറിന്റെ 79-ാമത്തെ പേജ് ഏകദേശം 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട കിതാബാ. ഇന്നും ഇന്നലെയും നിങ്ങളെ വഹാബികൾ എന്ന പുലമ്പുന്നത് പോലെ ഓഫീസിൽ നിന്ന് കിട്ടുന്ന ചീട്ടുകൾ നോക്കി സംസാരിക്കുന്നതല്ല, നേർക്ക് നേരെ കണ്ടിട്ട് എഴുതുകയാ. ഇതിന്റെ 79-ാമത്തെ പേജിൽ കാണാം എന്താ മക്കയിലുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ പരിചയപ്പെടുത്തിയിട്ട് ഇതിനൊക്കെ മറുപടി പറയാൻ പറ്റിയ തൻ്റെ ഇടമുള്ള വല്ലവരും വഹാബിസത്തിലുണ്ടോ? ഇങ്ങനെ 300-ലാണ് 400-ലാണ് ഞങ്ങളെ നേതാവിനോട് ചോദിച്ചപ്പോഴത്തേക്കും കൊള്ളാന്ന് പറഞ്ഞു, നല്ല കുറെ മനുഷ്യന്മാർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ്. എന്താ വേറെ ആളെന്ന് ഫറോവ ചെയ്തു എന്ന് പറഞ്ഞ് കേട്ടോ. വമിൻ മശാഹിദിഹ അൽ കരീമത്തി അയ്ളൻ മൗലിദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയിൽ കാണേണ്ട സ്ഥലങ്ങളിൽ പെട്ടതാണ് മൗലിദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി തങ്ങൾ ജനിച്ച സ്ഥലം അത് മക്കയിൽ കാണേണ്ട സ്ഥലമാണെന്ന് ഏകദേശം 950 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ കിതാബ് രചിച്ച പണ്ഡിതൻ. 950 കൊല്ലം എന്ന് പറഞ്ഞാൽ ഇമാം നവവിക്ക് മുമ്പല്ലേ, മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ഒക്കെ മുമ്പല്ലേ ആ കിതാബിലെ രേഖപ്പെടുത്തുന്നത് റസൂലുള്ളാഹിന്റെ ജന്മസ്ഥലം എന്ന് പറയട്ടെ. ഞാൻ ഫുൾ അർത്ഥം വെക്കുന്നില്ല. കേട്ടോ, ആ റസൂലുള്ളാഹി തങ്ങൾ ജനിച്ച സ്ഥലത്ത് ഒരു പള്ളി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. കണ്ടിട്ടാ എഴുതുന്നത്, പറഞ്ഞു കേട്ടിട്ടല്ല, നേർക്ക് നേരെ കണ്ടിട്ട് കിതാബിൽ എഴുതുകയാ മൗലവിമാരെ. നന്നായി കൂടെ നിങ്ങൾക്ക് ലോക മുസ്ലിമീങ്ങളെ മുബ്തദിഉകളാക്കാതെ. ലം യുറ അഹ്ഫലു ബിനാഅ മിൻഹു. അതുപോലെ നല്ല കാണാൻ രസമുള്ള ഒരു ബിൽഡിംഗ് മക്കയിൽ ഇല്ല.
കഅബാലയം എന്ന് പറഞ്ഞാൽ കറുത്ത കറുത്ത തുണിയിട്ട് മൂടിയിട്ടുള്ള ഒരു ഗേഹമാണല്ലോ പരിശുദ്ധമായ കഅബ ഷരീഫ്. ഇതോ റസൂലുള്ളാഹി തങ്ങൾ ജനിച്ച സ്ഥലത്ത് നല്ല ഒരു സുന്ദരമായ പള്ളി, മിനാരങ്ങളുള്ള ഒരു പള്ളി. മക്കയിൽ ഇത്രത്തോളം സുന്ദരമായ ഒരു പള്ളി ഞാൻ കണ്ടിട്ടില്ല. അക്സറുഹു ദഹബും മുനസ്സലും ബിഹി, ആ പള്ളിയിൽ ഉപയോഗിച്ചിട്ടുള്ള സിംഹഭാഗവും സ്വർണമാകുന്നു. എവിടെയാ പള്ളി? എവിടെ പള്ളി? 950 കൊല്ലങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട കിതാബ. ആ പള്ളി എവിടെ? റസൂലുള്ളാഹി തങ്ങൾ ജനിച്ച സ്ഥലത്തുള്ള പള്ളി. വിഷയത്തിലേക്ക് ഞാൻ വരാം. വൽ മൗളിഉൽ മുഖദ്ദസുൽ ലദീ സഖത ഫീഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാഅത്തുൽ വിലാദത്തി സഈദത്തിൽ മുബാറകത്തിൽ ലത്തി ജഅലഹു അല്ലാഹു റഹ്മത്തൽ ലിൽ ഉമ്മത്തി അജ്മഈന മഹ്ഫൂഫുൻ ബിൽ ഫിദ്ദ. ആ പള്ളിയുടെ അകത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സ്ഥലം വെള്ളി കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടാ എഴുതുന്നത്. മുത്തുനബി ആമിന ബീവി റളിയല്ലാഹു അൻഹ, ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജന്മം കൊടുത്ത ആ സ്ഥലം പള്ളിയുടെ ഉള്ളിൽ വെള്ളി കൊണ്ട് പൂശിയിട്ട് പ്രത്യേകം മാറ്റിവെച്ചിട്ടുണ്ട്. എന്നിട്ടോ ബഹുമാനപ്പെട്ട ഒരു അത് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, യുഫ്തഹു, തുറന്നു കൊടുക്കപ്പെടുന്നു. ഹാദൽ മൗളിഉൽ മുബാറകു, ഈ ബറക്കത്താക്കപ്പെട്ട ഈ സ്ഥലം, മുത്തുനബി ജനിച്ചു വീണ ആ വെള്ളി കൊണ്ട് പൂശിയ സ്ഥലം തുറന്നു കൊടുക്കപ്പെടുന്നു. 950 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള മക്കക്കാർ തുറന്നു കൊടുക്കുന്നു. ഫയദ്ഖുലുഹുൻ നാസു കാഫത്തൻ മുതബർരികീന ബിഹി, ആ സ്ഥലം കൊണ്ട് ബറക്കത്തെടുക്കാൻ അന്നത്തെ കഅബാലയത്തിന്റെ സമീപത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളും, അന്ന് വഹാബികളില്ല, ചേകന്നൂരികളില്ല, KNM-കാരില്ല, വിസ്ഡംകാരില്ല, അഹ്ലുസുന്നത്തി വൽ ജമാഅ, അന്ന് സുന്നികൾ മാത്രമാണ്. ആ സുന്നികൾ മുഴുവനും ആ പള്ളിയിലേക്ക് കയറുന്നു ബറക്കത്തിന് വേണ്ടി. ഫീ ശഹ്രി റബീഉൽ അവ്വൽ, അർത്ഥം പറ മൗലവി. ഫീ ശഹ്രി റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ മാസത്തിൽ. സുബ്ഹാനല്ലാഹ്, മുഹീദ്ദീൻ ശൈഖിന്റെ ഒക്കെ മുമ്പുള്ള മക്കക്കാരാണ്. അവരൊക്കെ ചില്ലറക്കാരാ? സുബ്ഹാന, വലിയ വലിയ ആലിമീങ്ങളും പർവ്വത സമാനരായ വലിയ വലിയ മുഹദ്ദിസീങ്ങളും ആലിമീങ്ങളും വസിക്കുന്ന കാലഘട്ടമല്ലേ അത്? അന്ന് ആ പള്ളിയിലേക്ക് ബറക്കത്തെടുക്കാനായിട്ട് റബീഉൽ അവ്വൽ മാസം, റബീഉൽ അവ്വൽ മാസം തുറന്നു കൊടുക്കണം എന്തിനാ? അതാണ് നബിദിന ആഘോഷം എന്ന് പറയാം. അതെ, ഷിയാക്കൾ ഉണ്ടാക്കി. ഈ പള്ളി പിന്നെ ആരുണ്ടാക്കിയെന്ന് പിന്നെ പഠിപ്പിച്ചാലാ. അപ്പോൾ ചോദിക്കും, പള്ളി പിന്നീട് 300-ന് ശേഷം വന്നതായിരിക്കൂലേ? പള്ളി ആരുണ്ടാക്കിയതാണ് പിന്നെ പറഞ്ഞുതരാം. ഫീ ശഹ്രി റബീഉൽ അവ്വൽ വ യൗമിൽ ഇസ്നൈനി മിൻഹു, റബീഉൽ അവ്വൽ മാസം മുഴുവൻ, പ്രത്യേകിച്ച് ആ റബീഉൽ അവ്വലിലെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ആ സ്ഥലത്തേക്ക് മുഅ്മിനീങ്ങൾ ഇങ്ങനെ പ്രവേശിക്കുകയാണ് ബറക്കത്തെടുക്കാനായി. കാരണം ലി അന്നഹു കാന ശഹ്റ മൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് റസൂലുള്ളാഹിന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണല്ലോ. ആ മാസത്തിലേക്ക് അങ്ങനെ മുഅ്മിനീങ്ങൾ ആ സ്ഥലത്ത് കയറി ബറക്കത്തെടുക്കുകയാണ്. വഫിൽ യൗമിൽ മദ്കൂരി ഉലിദ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ തിങ്കളാഴ്ചയാണല്ലോ മുത്തുനബി ജനിച്ചത്. അതുകൊണ്ട് എല്ലാ മുഅ്മിനീങ്ങളും ആ പള്ളിയിൽ കയറി നബി തങ്ങൾ ജനിച്ച സ്ഥലം പോയിട്ട് ബറക്കത്തെടുക്കുന്നു. വതുഫ്തഹുൽ മവാളിഉൽ മുഖദ്ദസത്തുൽ മദ്കൂറത്തു കുല്ലുഹാ, അന്നേ ആ ദിവസം, നബി തങ്ങൾ ജനിച്ച ദിവസം, മദീനയിലെ എല്ലാ പരിശുദ്ധ സ്ഥലങ്ങളും തുറന്നു കൊടുക്കുന്നു പൊതുജനങ്ങൾക്ക് വേണ്ടി. വഹുവ യൗമുൻ മശ്ഹൂദുൻ ബിമക്കത ദായിമാ, എപ്പോൾ നോക്കിയാലും പരിശുദ്ധമായ മക്കയിൽ ജനങ്ങൾ വല്ലാതെ സമ്മേളിക്കുന്ന ഒരു ദിവസമായിരുന്നു നബി തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ. ഇതിന്റെ പേരെന്ന് പറഞ്ഞതാ, ഇത് നബിദിനാഘോഷമല്ല, പിന്നെന്താ? അപ്പൊ ആ പള്ളി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സ്ഥലത്ത് ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ സിംഹഭാഗം സ്വർണമാ. ആ പള്ളിയുടെ ഉള്ളിൽ നബി തങ്ങൾ ജനിച്ച സ്ഥലത്ത് വെള്ളി കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഇന്നാ പിടിച്ചോ, റബീഉൽ അവ്വലിൽ മുഅ്മിനീങ്ങൾ മുഴുവൻ കയറിയിട്ട് ബറക്കത്തെടുക്കുകയാണ്. റിഹ്ലത്ത് ഇബ്നു ജുബൈറിന്റെ 79-ാമത്തെ പേജ്. ഇതേ വിഷയം തന്നെ ഈ കിതാബിന്റെ 122-ാമത്തെ പേജിലും പറയുന്നത്, 121-ാമത്തെ പേജിലും പറയുന്നതായി കാണാം. ഇനി ഈ പള്ളിയെ കുറിച്ച് തന്നെ ഇമാം നവവിയുടെ അൽ ഇലാഹ്,
നിങ്ങളിങ്ങനെ പറയുക ഫാത്തിമികളാണ്, ഷിയാക്കളാണ്, പിന്നെ ഫറോവമാരാണ്, പിന്നെ ഇബ്നു തൈമിയ്യ നല്ലതാണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഞങ്ങൾക്ക് ഇമാമിയങ്ങൾ കിതാബുകൾ വ്യക്തമായ തെളിവുകൾ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അൽ ഇലാഹിന്റെ 442 പേജിൽ എന്താ പറയുന്നത്? മക്കയിൽ കാണേണ്ട സ്ഥലങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇമാം നവവി പറയുന്നു, മിൻഹ അൽ ബൈത്തുല്ലദി ഉലിദ ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ജനിച്ച ആ സ്ഥലം, ആ വീട്, അത് മക്കയിൽ പോയി വല്ലാതെ സന്ദർശിക്കേണ്ടത്, ബറക്കത്തെടുക്കേണ്ടതുമാണ്. ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു വഹുവൽ യൗമ മസ്ജിദുൻ, വഹുവൽ യൗമ മസ്ജിദുൻ. ഇമാം നവവി മക്കയിൽ പോയിട്ടില്ലേ? പോയിട്ടുണ്ട്. ഇമാം നവവി പറയുകയാണ്, ഇന്ന് ആ പള്ളിയ, ഇന്ന് മുത്തുനബി ജനിച്ച സ്ഥലത്ത് ഒരു പള്ളിയുണ്ട്, മസ്ജിദുൻ ഫി സുഖാഖ്. സുഖാഖുൽ മൗലിദ് എന്നാണ് പേര് തന്നെ. ആ സുഖാഖുൽ മൗലിദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സ്ഥലത്ത് ഒരു സുന്ദരമായ പള്ളിയുണ്ട്. ആ പള്ളിയെക്കുറിച്ചാണ് റിഹ്ലത്ത് ബിൻ ജുബൈറിലും പറഞ്ഞത്. ഇത് ഇമാം നവവിക്ക് എത്രയോ കൊല്ലം മുമ്പ് മക്ക സന്ദർശിച്ച മഹാനാണ് ഇബ്നു ജുബൈർ തങ്ങൾ. ഇമാം നവവിയും പറയുന്നു ആ പള്ളിയുണ്ട്. ആ പള്ളിയുടെ വിഷയം പറഞ്ഞിട്ടേ ഇമാം ഇബ്നു ഹജറിനിൽ ഹൈത്തമി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്, ആരാണ് ആ പള്ളി ഉണ്ടാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സ്ഥലത്തുള്ള പള്ളി ആരുണ്ടാക്കിയത് പറയട്ടെ. വദക്കറ, ഇമാം ത്വബരി തങ്ങൾ പറയുന്നു, അന്നല്ലദീ ജഅലൽ മൗലിദ മസ്ജിദ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സ്ഥലത്ത് പള്ളി ഉണ്ടാക്കിയത് അൽ ഖൈസുറാൻ റളിയല്ലാഹു അൻഹാ. ഖൈസുറാൻ ബീവി ആരാന്നറിയോ? ആരാ ഖൈസുറാൻ ബീവി? ഹാറൂൻ റഷീദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ് ഖൈസുറാൻ ബീവി റളിയല്ലാഹു അൻഹാ. ഹാറൂൻ റഷീദിന്റെ ഉമ്മയാ. ഹിജ്റ 173 വഫാത്തായി, 2-ാം നൂറ്റാണ്ടിൽ ജനിച്ച് 2-ാം നൂറ്റാണ്ടിൽ തന്നെ വഫാത്തായി പോയ മഹദിയാണ് ഖൈസുറാൻ ബീവി റളിയല്ലാഹു അൻഹ. ആ ഖൈസുറാൻ എന്നവരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സ്ഥലത്തുള്ള പള്ളി നിർമ്മിച്ചതെന്ന് ഇബ്നു ഹജറിനിൽ ഹൈത്തമി റളിയല്ലാഹു അൻഹു തന്റെ ഹാഷിയത്തുൽ ഇലാഹിൽ പറയുന്നതായി കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നബിദിനാഘോഷം എന്നുള്ളത് ലോക മുസ്ലിമീങ്ങൾ ആഘോഷിക്കുന്നത് ഒന്നാമത്തെ തെളിവ് വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആനാണ്. ഖുൽ ബിഫളില്ല. എത്ര സംവാദങ്ങളിലും എത്ര പ്രസംഗങ്ങളിലുമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നേതാക്കന്മാർ അത് പഠിപ്പിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ തെളിവുകൾ സ്വഹീഹായ ഹദീസുകൾ. ഒരു ഹദീസല്ല, സ്വഹീഹായ ഹദീസുകൾ ഇബ്നുൽ ഹാജ് തങ്ങൾ മദ്ഖലിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇബ്നു ഹജറിൽ അസ്കലാനി ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം സുയൂത്തി ഉദ്ധരിച്ചിട്ടുണ്ട് സ്വഹീഹായ ഹദീസുകൾ. ആ സ്വഹീഹായ ഹദീസുകളുടെയും ഖുർആനിന്റെയും അടിസ്ഥാനത്തിലാണ് ലോക മുസ്ലിമീങ്ങൾ നബിദിനാഘോഷം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ വിപുലമായ രൂപത്തിൽ മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. അത് മൗലിദ് കഴിക്കലാണ്. കഴിക്കുക എന്ന് പറഞ്ഞാലും ഇങ്ങനെ ഫുഡ് അടിക്കുക എന്നല്ല, വിപുലമായിട്ട് ചെയ്യുന്നത് പിൽക്കാലത്ത്. ഏതുപോലെ തറാവീഹിന്റെ വലിയ ജമാഅത്ത് പിൽക്കാലത്ത് വന്നതുപോലെ. അതുകൊണ്ട് ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, വഹാബികൾ എന്ന് പറഞ്ഞാൽ ഇന്ന് പറയുന്നത് നാളെ മാറ്റി പറയുന്നവരാണ്, നാളത്തേത് മറ്റന്നാൾ മാറ്റി പറയുന്നവരാണ്. അവരുടെ ചതിയിലേക്കൊന്നും പെടണ്ട ഇൻഷാ അല്ലാഹ്. ഇനിയുള്ള വീഡിയോകളിൽ ഞാനിത് ആമുഖമായിട്ടുള്ള ഒരു വീഡിയോ, ഇവരുടെ നുണകൾ മാത്രം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഇനി ഇൻഷാ അല്ലാഹ് ഓരോ തെളിവുകളും ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഇമാമിയങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതല്ലാതെ ഒന്നും സമസ്ത ഈ കേരളത്തിലോ ഈ കേരളത്തിന് ചുറ്റുവട്ടത്തുള്ള സംസ്ഥാനങ്ങളിലോ നടത്തുന്നില്ല. ഇമാമിയങ്ങൾ എന്താണോ പഠിപ്പിച്ചിട്ടുള്ളത് അതിലൂടെ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ചോദ്യം ചെയ്യാൻ ലോകത്ത് ഒരു വഹാബിയും വളർന്നിട്ടില്ല. നിങ്ങളിങ്ങനെ ഓരോന്നും നിങ്ങളെ കുഞ്ഞാടുകളെ പൊട്ടീസാക്കാൻ വേണ്ടി പറയുന്നു എന്നല്ലാതെ യാഥാർത്ഥ്യവുമായും ഒരു പുലബന്ധവും പോലും നിങ്ങൾ പറയുന്ന ആരോപണങ്ങൾക്കില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അല്ലാഹു ഹഖ് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.